നമസ്കാരം. തിയേറ്ററുകളിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊത്ത് എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് യുവനടൻ അതുൽ രാംകുമാറാണ്. സ്വാഗതം അതുൽ. ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം രണ്ടാമത്തെ ഹിറ്റ് സിനിമയാണ് അതുലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഹൃദയം പോലൊരു വളരെ വലിയൊരു സിനിമ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന മറ്റൊരു സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വലിയ അല്ലെങ്കിൽ നല്ല റിവ്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊത്തിൻ്റെ. എന്താണ് സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷം? വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തന്നെയാണ്. പടം ഇറങ്ങി, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ വലുത് ഫിമേൽ സാറിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ സന്തോഷവും, ആ സിനിമ നന്നായി വന്നു എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. സമകാലീന രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം എന്ന് എടുത്തു പറയേണ്ട ഒരു പ്രമേയമാണ് കൊത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഘടകം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒത്തിരി റിസ്ക് ഓൾറെഡി ആ ഒരു സ്ക്രിപ്റ്റിലും ഉണ്ടാകാം, അല്ലെങ്കിൽ അവതരണത്തിലും എല്ലാം ഉണ്ടാകാം. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രമേയം എടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും ജീവിതങ്ങൾ കണ്ടിരിക്കാം. അത്തരത്തിലൊരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാൻ ഇടയായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട? ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള, അക്രമ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്നൊരു സിനിമയല്ല ഇത്. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന മറ്റാളുകൾക്കുണ്ടാവുന്ന എഫക്റ്റുകൾ, ഇപ്പോൾ അങ്ങനെ ഇരയായ ആളുകളെ, അവരുടെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരെവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓബ്വിയസ്ലി നമ്മൾ കണ്ണൂർ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ്. അവർ ഈ പറയുന്ന പോലെ പലരും നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോഴാണ് അറിയുക മറ്റുള്ള ആൾക്കാർ അവരല്ല, ഇവരിങ്ങനത്തെ കേസിലൊക്കെ പെട്ടിട്ടുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയമാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ ഒരാളാണ്. അവരെ നമ്മൾ വളരെ വില്ലനൈസ് ചെയ്ത് കാണേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ആ ഒരു രാഷ്ട്രീയം പറയുന്നൊരു സിനിമ മാത്രമല്ല കൊത്ത്. കൊത്ത് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഡീൽ ചെയ്യുന്ന, നമ്മൾ സുബി മലയിൽ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരുപാട് ചേരുവകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അങ്ങനെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പടം മാത്രമല്ല, എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അതിലൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥ ജീവിതങ്ങൾ, ഞാൻ ചോദിച്ച പോലെ തന്നെയാണ്, യഥാർത്ഥ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ എപ്പോഴെങ്കിലും ഉടക്കിയ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഏതെങ്കിലും കുടുംബത്തെയോ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെയോ? പിന്നെ അതൊക്കെ നമ്മൾ അങ്ങനെ നമുക്ക് പരിചയമുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അത് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ കണ്ടിട്ട് നമ്മളിവിടെ വന്ന് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും എനിക്കങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണക്കാരാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ ഫുൾ ടൈം ആരെയും കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ നിങ്ങൾ റിയാക്ട് ചെയ്യില്ലേ? അങ്ങനെ തന്നെ അവർ കാണുന്നുള്ളൂ. പിന്നെ അതാണ് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഹ്യൂമൻ സൈഡ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവർ കൊല്ലുന്ന ആൾക്കാരാണ് കണ്ണൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകവും മാത്രമാണെന്ന് അറിയുന്നതിൽ എനിക്ക് വലിയ അർത്ഥം തോന്നുന്നു. കേരളം ഒത്തിരി കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കുറ്റവാളികളാണ്, അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്നൊരു പൊതുധാരണയുണ്ട്. അത് മാറ്റിമറിക്കാൻ കൊത്തിന് കഴിയുമോ? ഉറപ്പായിട്ടും. പിന്നെ കണ്ണൂർ പോയാൽ മനസ്സിലാവും കണ്ണൂരിലെ ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത്. അത്രയും സ്നേഹമുള്ള ആൾക്കാർ വേറെ ഇല്ല. അത് തന്നെയായിരിക്കാം ചിലപ്പോൾ പ്രശ്നവും. ഈ പറയുന്ന പോലെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടവും ആപത്തൊക്കെ വരുമ്പം റിയാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഞാൻ ജസ്റ്റിഫൈ ചെയ്യല്ല, ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഹ്യൂമൻ സൈഡാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന എന്താണ് എന്നൊക്കെയുള്ള വളരെ പ്രസക്തമായിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷെ അത് പല ആംഗിളിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊത്തിലെ ശ്രീജിത്ത് എന്ന കഥാപാത്രം അതിൻ്റെ ആ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് ആവുമോ, അല്ലെങ്കിൽ ഹൃദയം പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെ ആകുമോ, അല്ലെങ്കിൽ ജനങ്ങൾ എത്രത്തോളമാണ് ആ ഒരു കഥാപാത്രത്തോട് സ്നേഹം പുലർത്തുന്നത്?
ഞാൻ ബേസിക്കലി ഞാൻ പൊക്കി പറയല്ല എന്നെ തന്നെ. ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. എന്നെ സംബന്ധിച്ച് സിബി മലയിൽ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്, അതിപ്പം അവിടെ കൂടെ ഒരു പാസിംഗ് ഉള്ള റോളാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ച് അതാണ്. അല്ലാതെ ആളുകൾ എന്ത് പറയും നാളെ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, അതല്ല നമ്മളുടെ ഫോക്കസ്. പക്ഷെ എന്നാലും നമ്മളെ പരിചയമുള്ള സ്നേഹമുള്ള ആൾക്കാർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, സന്തോഷമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൊത്ത് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ഒത്തിരി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവൈലബിൾ ആണ്. അതിൽ ഒരാൾ പോലും അതിനെ മോശം പറയുന്നില്ല എന്നുള്ളത് ആ സിനിമയെ അത്രത്തോളം വലുതാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലെന്തായാലും അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം മറ്റ് ബിഗ് ബഡ്ജറ്റ് മൂവീസ് പോലും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ ഒരാളെങ്കിലും അതിനെ കുറ്റം പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ കൊത്തിൻ്റെ മൂവി റിയാക്ഷൻസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ പോലും ആ ഒരു സിനിമ മോശമാണ് എന്ന് പറയുന്നില്ല. അതിലുള്ള കഥാപാത്രങ്ങൾ എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച നടന്മാർ ആ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാകട്ടെ എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ടീമിനെ കുറിച്ച് എന്താണ് അതുലിന് പറയാനുള്ളത്? ഇപ്പോൾ ഈ നടന്മാരെക്കാൾ എനിക്ക് തോന്നുന്നു സുബിമലയിൽ സാറും ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞ റൈറ്ററും അവരൊരു കൊളാബറേഷൻ, പിന്നെ ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനി അവരത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ തയ്യാറായി. ഒരു വിവാദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമ ചെയ്യാൻ അവർ കാണിച്ച ധൈര്യവും അതൊക്കെയാണ്. നടന്മാരൊക്കെ പിന്നീടാണല്ലോ വരുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിലും ഈ പറഞ്ഞ ഞാനൊക്കെ ന്യൂ കമ്മറാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആസിഫ് ഖാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇതിലെ വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ആസിഫ് അലി, നിഖില വിമൽ, റോഷൻ മാത്യു, അങ്ങനെയുള്ള വലിയൊരു എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് അതിലെടുത്തിരിക്കുന്നത്. യുവാക്കളാണ് കൂടുതലും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മൊത്തവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണോ കൊത്ത്? ഒരിക്കലും യുവാക്കൾക്ക് മാത്രമുള്ള സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഡീൽ ചെയ്യുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഷാനു എന്ന് പറയുന്ന പ്രൊട്ടഗണിസ്റ്റിൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ ഷാനുയുടെ അല്ല സോറി സുമേഷിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ കുറേ ഇതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഫാമിലിക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡ് കോയിൻ മോഷൻ പിക്ചേഴ്സ് ആണ് ഇതെടുത്തത്. അവരുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും അയ്യപ്പനും കോശിയും, നായാട്ട് പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടാണ് കൊത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം കൊത്തിന് ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ടാവും ഉറപ്പായും. പക്ഷെ അതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് അതിൻ്റെ അവതരണവും അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയും തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു വേറിട്ട അല്ലെങ്കിൽ വ്യത്യസ്തപ്പെട്ട ഒരു രീതിയിലാണ് ഈ സിനിമകളെല്ലാം പോകുന്നത്. അപ്പോൾ കൊത്തിനും ഒത്തിരി അയ്യപ്പനും കോശിക്കും കിട്ടിയ പോലെ ഒരു വലിയ അംഗീകാരങ്ങൾ ഭാവിയിൽ കിട്ടാനുള്ള സാധ്യത വലുതല്ലേ? നമ്മളല്ലല്ലോ പറയേണ്ടത്, അംഗീകാരങ്ങളല്ലല്ലോ. ഇപ്പം ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു പടം ചെയ്യണം എന്ന് വിചാരിക്കുമ്പം നാളെ എനിക്ക് ഈ പടം ചെയ്താൽ അംഗീകാരം കിട്ടും എന്നുള്ളതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ആ വിഷയം പറയേണ്ട സമയമാണത്. എന്നും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ആ സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്, സിബി സാറൊക്കെ. അപ്പം അതാണ് ആ വിഷയമാണ് പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ അംഗീകാരം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരിലെ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ ആക്ഷൻ രംഗങ്ങളും എല്ലാം അതിൽ ഒത്തിരി ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ അത് കാണണം, അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒത്തിരി പ്രേക്ഷകർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ ആക്ഷൻ രംഗങ്ങൾ എങ്ങനെയാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് അനുയോജ്യമായി മാത്രമാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട്? അങ്ങനെ പറയാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ ആ ഒരു രാഷ്ട്രീയം ആ ഒരു പശ്ചാത്തലത്തിലുള്ളപ്പോൾ അങ്ങനെ കുറച്ച് അടിപിടിയിലൊക്കെ ഇൻവോൾവ് ആയി പോകുന്ന ചെറുപ്പക്കാരും അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ള വന്നതാണ്. പിന്നെ ഫൈറ്റ് ആസ്വദിക്കേണ്ട രീതിയിൽ തന്നെ നമ്മുടെ മാഫിയ ശശി മാസ്റ്ററും രാജശേഖരൻ മാസ്റ്ററുമാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് 2 പേർക്കും അയ്യപ്പനും കോശിയിൽ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മികവ് എന്തായാലും ഉണ്ടാവുമല്ലോ ഇവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും പ്രതീക്ഷിക്കാം ഒരു ആൾക്ക് പടം കാണാൻ പോകും. ചില സിനിമകൾ ഏറ്റെടുക്കാൻ ചില നടന്മാർ ഒന്ന്
മടിക്കും. കാരണം അതിലെ രാഷ്ട്രീയമാവട്ടെ, അല്ലെങ്കിൽ അതിൽ കഥയുടെ പ്രമേയമാവട്ടെ, എന്തുമാകട്ടെ. ഇപ്പോൾ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള ഒരു തർക്കം കാണിക്കുന്ന ഈ സിനിമ ഏറ്റെടുക്കാൻ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ വിസമ്മതിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പേര് പറയണമെന്നില്ല. അല്ല, ഞാനൊരു ന്യൂ കമറാണ്. ഓക്കെ. എന്നോട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുമല്ല, ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. ഒരാൾ അത് ഈ വിഷയം ഏറ്റെടുക്കേണ്ടാത്ത അതിൻ്റെ ഒരു റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങനെ അറിവില്ല ആരും അങ്ങനെ. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൈവയ്ക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരും ഉണ്ടാകാം. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ലീഡിങ് ആക്ടേഴ്സിനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാ അങ്ങനെ മടി കാണിക്കുന്നത് എനിക്കറിയില്ല. നമ്മളെല്ലാവരുടെ അടുത്ത് നിന്ന് കാണുന്നുണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്. ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മടി കാണിക്കുന്നു അല്ലെങ്കിൽ പിൻവാങ്ങി നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊത്ത് കണ്ടിറങ്ങിയ പ്രേക്ഷകർ ആരെങ്കിലും വിളിച്ച് അതിനെ അനുമോദിക്കുകയുണ്ടായോ? ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും അല്ലാത്ത പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. സെറ്റിൽ എങ്ങനെയായിരുന്നു കൊത്തിന്റെ സെറ്റ്? ഇത്രയും വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ കഥ, മെയിൻ ആയിട്ടുള്ള കഥ. പക്ഷെ അവിടുത്തെ സെറ്റ് എത്രത്തോളം സീരിയസ് ആയിരുന്നു, അല്ലെങ്കിൽ തമാശപരമായിട്ടുള്ള സെറ്റിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ദിവസം സീരിയസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ സുബി മലയിൽ സാറിൻ്റെ പടമാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ ഉണ്ട് പുള്ളി ചെയ്ത പടങ്ങൾ, പിന്നെ പുള്ളി വർക്ക് ചെയ്ത ആക്ടേഴ്സ്. അപ്പം നമ്മൾ അവരുടെ അത്ര വരുമോ, അല്ലെങ്കിൽ നമ്മളുടെ അഭിനയം പുള്ളിക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ രഞ്ജിത്ത്, അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒരുമിച്ച് സീൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം മാത്രം ഒരു പേടിയും ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് പ്രത്യേകിച്ച്, ഞാൻ ഏറ്റവും ജൂനിയർ ആ സെറ്റിൽ, ഞാനും പിന്നെ എനിക്കും സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആദ്യത്തെ പടം ചെയ്യുന്ന ആൾ ഞാൻ, രണ്ടാമത്തെ. അപ്പം എന്നോട് സുബി സാർ വന്ന് പറഞ്ഞു, ടെൻഷൻ ഉണ്ടല്ലേ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞിട്ട് വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനും ഒക്കെ വളരെ അപ്രോച്ചബിൾ ആയിരുന്നു, വളരെ ഓപ്പൺ ആയിരുന്നു. അതേപോലെ ആസിഫ് ഖ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇത് ഞാൻ വെറുതെ ഒരു പടം ചെയ്തുകൊണ്ട് ഞാൻ പറയല്ല. അദ്ദേഹം വന്ന് ചോദിക്കും നമ്മളടുത്ത്, എടാ നീ ഓക്കെയാണ്, നിനക്ക് എന്താ ടെൻഷൻ ലെവൽ തോന്നുന്നുണ്ടോ, നീ ഒന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന. അതേപോലെ ഫണ്ണും ആയിരുന്നു. വളരെ നല്ല നല്ല മെമ്മറീസ് ഉള്ള ഒരു ഇതാണ്. 10 ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ. ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സിനിമകളൊക്കെ ചെയ്തിട്ടായിരിക്കാം ശ്രദ്ധേയമായ ഒരു സിനിമയിൽ തല കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വലിയൊരു റോളിലേക്ക് എത്താൻ സാധിക്കുക. പക്ഷെ അതുലിനെ സംബന്ധിച്ചിടത്തോളം കാല് വെച്ച സിനിമ തന്നെ അത്രയും ഗംഭീരമായിരുന്നു. വലിയൊരു റോള്, സാധാരണ വില്ലൻ പരിവേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിഷ്കളങ്കനായ ഒരു വില്ലനായി അവസാനം മാറേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ മലയാളികളെല്ലാം ഏറ്റെടുത്തു ആ വില്ലനെ. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന ആ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ് എന്തായിരുന്നു ഹൃദയം കണ്ടു കഴിഞ്ഞിട്ട്? ഹൃദയത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അതാണ് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴും 4 പേര് നമ്മളെ നോട്ടീസ് ചെയ്യും. അപ്പം അത് ഒരു പ്രത്യേകിച്ചും വളരെ നല്ല നല്ല മെമ്മറീസുള്ള, ഒരുപാട് ഇപ്പോഴും നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ള വിനീതേട്ടൻ വരെ നമ്മളിപ്പോഴും ടച്ചിലുള്ള നല്ലൊരു അനുഭവം. പിന്നെ 2 സിനിമയും നല്ല സിനിമയാവുന്നു എന്ന് പറയുന്നത് ഇതെനിക്കറിയില്ല. അത് ഈ പറയുന്ന പോലെ സംഭവിച്ചതാണത്. ഞാൻ ആ സമയത്ത് ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഡിഷന് എന്നോ കോൾ ഞാൻ അയച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് എന്നെ വിളിച്ച് പറയുമ്പോഴും ഞാൻ വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഡയറക്റ്റ് ചെയ്യുന്ന പടം ഫസ്റ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, വിനീതേട്ടനാണോ ഡയറക്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡ് ടൈം ഉണ്ടായിരുന്നല്ലോ. കോവിഡ് ടൈമിലാണ് ഈ സുബി സാർ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ സുബി സാർ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഒക്കെ ബൈ ചാൻസ് സംഭവിച്ചാണ്. ഒരു ആർട്ടിസ്റ്റ് ആയില്ലെങ്കിൽ മറ്റേതൊരു മേഖലയിലായിരിക്കാം അതുൽ രാംകുമാറിനെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുക? എനിക്കറിയില്ല. കാരണം ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചാണ് സിനിമയാണ് എൻ്റെ, ഞാൻ ഇനി സിനിമയാണ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചാണ്.
അപ്പം എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും പറ്റും. ഫാമിലിയൊക്കെ വളരെ സപ്പോർട്ടീവാണ്, അല്ലെങ്കിൽ സിനിമയിലോട്ട് എടുത്തു ചാടുമ്പോൾ പലരും പിന്തിരിപ്പിക്കാറുണ്ട്. കാരണം അത് നമുക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ല, അങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു പിൻവലികൾ ഉണ്ടായിരുന്നോ, അതോ? എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ സിനിമ ചെയ്യുന്ന ഒരു ആളുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ ആണ് ഈ പറയുന്ന ഡയറക്ടർ രഞ്ജിത്ത് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഉള്ളതുകൊണ്ട് ആയിരിക്കാം ഒരു ധൈര്യം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും. പിന്നെ അവർ ഒബ്വിയസ്ലി അവരെടുക്കുന്ന ഒരു റിസ്ക്കാണ്. മകൻ ഇങ്ങനെ അഭിനയിക്കാൻ പോകണം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എളുപ്പമല്ല. പക്ഷെ അവർ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഇത്രയും അടുത്തൊരു ബന്ധം ഡയറക്ടർ രഞ്ജിത്ത് സാറുമായിട്ട് ഉണ്ടായിട്ട് പോലും ആ വഴിയിലൊന്നും ട്രൈ ചെയ്തില്ല, സ്വന്തമായി ഓഡീഷനൊക്കെ അയക്കുക? അതങ്ങനെ ഒരു വാശിയുടെ പുറത്ത് ചെയ്തതൊന്നല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സിനിമയാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ആണെങ്കിൽ നീ പോയി പഠിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പറയുക ചെയ്തു, ഞാൻ പഠിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. ഞാനങ്ങനെ പഠിക്കാൻ പോയി. തേർഡ് ഇയർ ആകുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഓഡിഷൻ അയച്ചു. അത് മനഃപൂർവ്വമൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചാണ്. എത്രത്തോളം അദ്ദേഹം ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നു പല കാര്യങ്ങളും സിനിമയെ പറ്റി? അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമ വർത്തമാനങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോർമലായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെയുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് ഡയറക്ടർ രഞ്ജിത്ത് അല്ല, അതെ, അച്ഛൻ്റെ അനിയനാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഒരുപാട് പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ വഴി പോയി എന്നുള്ളതല്ലാതെ അങ്ങനെ ഒന്നും പറഞ്ഞായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിരുന്നു, ഫ്ലവേഴ്സിന് വേണ്ടി അദ്ദേഹം ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഗൈഡൻസ് ഒക്കെ ഉള്ളൂ. അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി പുതുതായിട്ട്? അപ്കമിങ് അങ്ങനെ പറയാവുന്ന സ്റ്റേജിൽ പ്രോജക്റ്റുകളില്ല. ഇപ്പം നമുക്ക് ഇന്നൊരു പടം എന്ന് പേരിട്ട് പറഞ്ഞ് അങ്ങനെ ഇല്ല. പക്ഷെ പ്ലാനിങ്ങിലുണ്ട്, ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇനി സിനിമയിൽ സജീവമായി നിൽക്കാൻ തന്നെയാണ് അതിൽ അങ്ങനെയാണ് ജനങ്ങൾ സമ്മതിച്ചാൽ. ജനങ്ങൾ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങൾ വളരെയധികം സ്വീകാര്യത തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കില്ല, ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പാഷന് വേണ്ടിയിട്ടായിരിക്കാം സിനിമ തിരഞ്ഞെടുത്തത്. അപ്പോൾ ജനങ്ങൾ തരുന്ന ആ ഒരു സ്വീകാര്യത കണ്ട് അതിൽ തുടരണം എന്ന് തോന്നുന്നില്ലേ? അതെ, ഈ സ്വീകാര്യതയ്ക്ക് മുമ്പാണ് നമ്മൾ തീരുമാനം എടുത്തത്. എൻ്റെ 3 വർഷം ഞാൻ അഭിനയം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചത് ഈ ഫീൽഡിൽ നിലനിൽക്കണം, ഇതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷേ നമുക്കൊരു സപ്പോർട്ട് വരുന്നത് ഈ പറയുന്ന പോലെ ആളുകൾ കണ്ടിഷ്ടപ്പെട്ട് നമുക്കൊരു കുറച്ചും കൂടെ ഉറപ്പിക്കലാണ്. അപ്പോൾ നമ്മളെടുത്ത തീരുമാനം തെറ്റായില്ല എന്നുള്ളൊരു ഉറപ്പിക്കലാണ്. എന്തായാലും ഇതിൽ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. ശരി, നമുക്ക് കൊത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കൊത്തിനെ സംബന്ധിച്ചിടത്തോളം സീനിയർ ആർട്ടിസ്റ്റുകളും അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ബൈ ഏജ്. അപ്പോൾ അവരുടെ അഭിനയവും നമുക്ക് ഒത്തിരി പഠിക്കാൻ അതിൽ നിന്ന് ഉള്ളതുപോലെ തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിൽ നിന്നും എന്താണ് അതുലെന്ന അല്ലെങ്കിൽ ശ്രീജിത്ത് എന്ന ആ കഥാപാത്രത്തിന് ഉൾക്കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റിയത്? സീനിയർ ബൈ ഏജ് എന്നുള്ളതിനേക്കാളും സീനിയർ ബൈ നമ്പർ ഓഫ് ഫിലിംസ് എന്നുള്ളതിൽ എനിക്ക് കൂടുതൽ ഇത് തോന്നുന്നു. കാരണം എൻ്റെ കൂടെ അഭിനയിച്ച ബാക്കി എല്ലാവരും, റോഷൻ, വിജിലേഷ് ആണെങ്കിൽ, നിഖില ആണെങ്കിലും, ആസിഫ് കെ ആണെങ്കിലും, അവരെല്ലാവരും ഒരുപാട് നമ്പർ ഓഫ് സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വേ ഓഫ് വർക്കിംഗ് ഇതിലൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെ എന്തായാലും പല രീതിയിൽ ഇൻസ്പയർ ചെയ്യും. അപ്പം ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ ഈ ടീം ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുമോ? കാരണം ഈ ഒരു ടീമിനെ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ ഹൃദയം ടീം ഇനിയും വരണം എന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതെ, ആ ടീം ഉണ്ടാക്കിയ ഒരു ഓളം അല്ലെങ്കിൽ ഒരു തരംഗം യുവജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലാവട്ടെ, നമ്മുടെ അച്ഛനമ്മമാർക്ക് പോലും അവർക്കും ഒരു പ്രണയകാലം ഉണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ഹൃദയം. അതുപോലെ തന്നെയാണ് കൊത്ത്. വളരെ വ്യത്യസ്തമായ ഒരു സിബി മലയിൽ ചിത്രം എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സിബി മലയിൽ എന്ന ഒരു അതുല്യ കലാകാരന്റെ കൈവശം നിന്ന് നമുക്ക് കിട്ടിയൊരു സിനിമ. അപ്പോൾ ഇതുപോലൊരു സിനിമ നമുക്കുണ്ടാവണം, ഈ ടീമിൽ നിന്നും ഉണ്ടാകണം, അങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇനി എന്തെങ്കിലും ചർച്ചകളോ
എന്തെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ ഭാഗ്യം എന്നല്ലാതെ ഈ 2 സിനിമയിലെ ടീമായിട്ട് ഒന്നുകൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര തവണ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യം എന്നല്ലാതെ അങ്ങനെ ഒരു ചർച്ച ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ സുബി സാർ അടുത്ത സിനിമ ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ഞാൻ അതിലിന് മികച്ച ഒരു കഥാപാത്രം അതിലില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന സിനിമകളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ. അതുല് 2 കഥാപാത്രങ്ങളിലൂടെ തന്നെ ഇത്രയും വലിയ സ്വീകാര്യനായിട്ട് മാറി. അപ്പൊ അതുലിന്റെ ജീവിതത്തില് ഇനി ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണം എന്ന് മനസ്സിലിട്ട് താലോലിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ടോ? തീർച്ചയായും ഉണ്ടാകും. കാരണം സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ഉണ്ടാവും. കുറച്ച് പാവമായിട്ടുള്ളൊരു ഇതിലും വില്ലനാണ്. വില്ലൻ എന്നല്ല, അത്ര പാവമല്ല ഈ സിനിമയിൽ. അപ്പൊ കുറച്ച് പാവമായിട്ടുള്ള അതിലിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കനായ വില്ലനാണ്. അവസാനം കൊണ്ടിട്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു വില്ലനായിട്ടാണ് എല്ലാ 2 സിനിമകളിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പാവം എന്നല്ല, എന്തെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. എനിക്ക് എല്ലാ തരം ക്യാരക്ടറും ചെയ്യാൻ പറ്റണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നെഗറ്റീവും ഞാൻ. പോസിറ്റീവും എല്ലാം ചെയ്യാൻ പറ്റണം. നെഗറ്റീവ് ഇഷ്ടമാണ്, കുറച്ചുകൂടെ ഇഷ്ടമാണ് നെഗറ്റീവ് ചെയ്യാൻ. പക്ഷെ എല്ലാ തരം ക്യാരക്ടറും ചെയ്യാൻ പറ്റണം എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ ഗ്രോ ചെയ്യുന്ന അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കമലഹാസൻ സാറൊക്കെ തന്നെയാണ് സാറിന്റെ ഏജിലും കവിഞ്ഞിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മേക്കപ്പിൻ്റെതായാലും, മേക്കപ്പിന്റെ മാത്രമല്ല പുള്ളിയുടെ ഒരു അഭിനയം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ ഏജിൽ കവിഞ്ഞൊരു ഒരു ഒരു ക്യാരക്ടർ ചെയ്യണം, അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയി ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ലേ? അല്ല, നമ്മള് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കമലഹാസൻ സാർ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ വേറെ ലീഗിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. എത്ര സിനിമ ചെയ്യുന്നു എന്നല്ലോ, എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന് 100-ൽ 100 മാർക്ക് ജനങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇനി എനിക്ക് എത്രത്തോളം ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ ശരി, ഇങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നില്ല, എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യണം എന്ന് തന്നെയാണ് അതുലിന്റെ ആഗ്രഹം. അപ്പൊ ഒരു പ്രത്യേക സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് അതില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഒരുപാട് സംവിധായകരുണ്ട് ഈ പറയുന്ന. 1-2 പേര്: അമൽ നീരദ്, ദിലീഷ് പോത്തൻ, ആഷിഖ് കപൂർ, അഞ്ജലി മേനോൻ, അങ്ങനെ ഒരുപാട്. അന്യഭാഷയിലായാലും ഉറപ്പായിട്ടും അതില് ആരോട് കൂടി എനിക്ക് ഇത്രയും ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി, പാൻ ഇന്ത്യ മൂവിയിൽ അഭിനയിക്കണം തോന്നിയിട്ടില്ലേ? അപ്പോൾ ഏതൊരു സംവിധായകൻ അത് ചെയ്താൽ നന്നാകും എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തമിഴിലെ സെൽവരാഘവന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അന്യഭാഷാ ചിത്രത്തിലേക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആരുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഏത് ക്രൂ ആയിരിക്കണം? ഇപ്പൊ നമുക്ക് പറയില്ലേ, എനിക്ക് ആ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാക്കുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് റോളുകൾ ഉണ്ടാകാം. ഇത് പറയുമ്പോ ഓർമ്മ വരുന്ന ഷൈൻ ടോം ചാക്കോ പറഞ്ഞ ഒരു സാധനമല്ലേ, ഡൈനോസറിനെ റോൾ ചെയ്യണം. അല്ല, നമ്മൾ വിചാരിക്കില്ലേ എനിക്ക് ആ റോള് കിട്ടിയാൽ എനിക്കത് ചെയ്യാമായിരുന്നു. അതിപ്പോ നമുക്കിപ്പോ ഒരു രജനീകാന്ത് പടം കണ്ടു കഴിഞ്ഞാൽ ഭാഷ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നുമല്ലോ. പക്ഷെ അങ്ങനെ അല്ലല്ലോ, റിയാലിറ്റി അങ്ങനെ അല്ലല്ലോ. നായക നടനായിട്ട് ഒരു ടൈറ്റിൽ റോള് ചെയ്യണമെന്ന് അതൊക്കെ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവും, ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടുകയാണ്, ഇല്ല ഏതൊരു സംവിധായകന്റെ കൂടെ ആയിരിക്കണം എന്റെ ഫസ്റ്റ് ടൈറ്റിൽ റോൾ മൂവി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇവര് വിചാരിക്കണ്ടേ? ഉണ്ടാവുമല്ലോ ആഗ്രഹം. ഇപ്പം അമൽ നീരദിന്റെ പടത്തിലാണെങ്കിൽ ഗംഭീരായിരിക്കില്ല അല്ലേ? വ്യത്യസ്തമായൊരു അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ തരം ഡയറക്ടേഴ്സും, ഇപ്പം ആവാസ വ്യൂഹം എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫിലിം കിട്ടിയ കൃഷ്ണന്ത്, പുള്ളിയുടെ കൂടെ അഭിനയിക്കാനും നമുക്കങ്ങനെ ഇന്ന ആള് എന്നല്ല, അവരുടെ പ്രോസസ്സും അങ്ങനെ ഒരു പരിപാടികളുണ്ടല്ലോ. അതിനോടാണ് കുറച്ചും കൂടെ. ഇനി വളരെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യത്തിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സിനിമയിലെത്തിയപ്പോൾ ഒത്തിരി ആരാധികമാരൊക്കെ അതിലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? അപ്പോൾ മുന്നേ അതിലെങ്ങനെയായിരുന്നോ അതുപോലെയല്ല, ഇപ്പോൾ ആരാധികമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും. അതുപോലെ മെസ്സേജസോ കത്തുകളോ ഫോൺ കോളോ ഒക്കെ കിട്ടാറുണ്ടോ? ഒന്നുമില്ലെന്നേ. അത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. അല്ല, അങ്ങനെയൊന്നല്ല. ആ പടം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ അതല്ല നമ്മുടെ ഫോക്കസ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പുറത്തു വിടാത്ത രഹസ്യങ്ങളാണെന്ന്
നമുക്കെല്ലാവർക്കും അങ്ങനെ അറിയാം. ഒന്നുമില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്ത ആളാണ് ഞാൻ. വളരെ മാന്യനാന്നൊക്കെ. അതുലിന്റെ കൂടെ അഭിനയിച്ച നടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ആരാധകരുള്ള നായക നടന്മാരാണ്. ആസിഫ് അലി ആകട്ടെ, പ്രണവ് മോഹൻലാൽ ആകട്ടെ. ഇപ്പോൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, ഒട്ടും താരപരിവേഷങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതിനപ്പുറം പ്രണവിന് യാതൊരു തരത്തിലുള്ള ആഡംബരങ്ങളോ ലക്ഷറീസിനോട് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു നടൻ. അപ്പോൾ അദ്ദേഹത്തോടു കൂടി വർക്ക് ചെയ്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ, അല്ലെങ്കിൽ എന്തായിരുന്നു മറ്റു നടന്മാരുടെ കൂടെ അഭിനയിച്ചതിനേക്കാളും വ്യത്യസ്തപ്പെട്ടിരുന്നത്? പ്രണവിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന് അത്രയും പാവമാവാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം പാവം എന്നുള്ളതല്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത്. അല്ലാതെ ഞാൻ പിന്നെയും വിളിച്ച് ബന്ധം പുലർത്തുന്ന സ്വഭാവം എനിക്കുമില്ല, എനിക്ക് തോന്നുന്നില്ല പ്രണവനും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അധിക്ഷേപിച്ചോളാം ഇയാൾ ചില സമയത്ത്. അതായത് ഞാൻ ഒരു അവസാനം ഞങ്ങളെ തട്ടി മാറ്റിയിട്ട് ഇവർ നടുവിരൽ നമസ്കാരം പറഞ്ഞിട്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പം ആ ഇതിൻ്റെ പ്രപ്പ് ചെയ്ത് ഞങ്ങൾ നിൽക്കാൻ നേരത്തെ, അപ്പം ഞാനും ഇവനും എതിരെതിരെ നിൽക്കുകയാണ്, ഞാനും പ്രണവും നിൽക്കുന്ന സമയത്ത് ഇയാൾ എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ ഷൂ നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, ഷൂ നോക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഷൂ ലേസ്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അതൊന്നും ഞാൻ നോക്കാറില്ല എന്ന് പറഞ്ഞു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ ഇരുന്ന് ആ ഷൂ ലേസ് കെട്ടി. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊരാളുടെ ഷൂ ലേസ് നമുക്ക് പരിചയമുള്ള, വളരെ പരിചയമുള്ള അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഇയാൾ മോഹൻലാലിന്റെ മകനാണെന്നുള്ളത് ഇയാൾക്ക് ഇല്ലെന്ന് നമുക്കറിയാം. അയാൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇയാളുടെ ഇല്ല. അത് നമ്മൾ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കറിയാം. പക്ഷേ ഇയാൾ എന്തിനിത് ചെയ്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അപ്പോഴും നമ്മൾ അതിനെ ഭയങ്കര സൂപ്പർ നാച്ചുറലായിട്ട് കാണുമൊന്നുമല്ല. മോഹൻലാലിന്റെ മകനായതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അത്രയും ഡൗൺ ടു എർത്ത് ആവുന്നത് എങ്ങനെയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അതും ഒരു ഫിലിമിൽ മെയിൻ ലീഡൊക്കെ ചെയ്യുമ്പോൾ ഞാനതിലൊരു സൈഡായിട്ടൊരു ക്യാരക്ടർ അല്ല. പക്ഷെ എന്നാലും അതെ, പക്ഷെ എന്നാലും അങ്ങനെയും കരുതാലോ ആൾക്കാർക്ക്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ടാണ് ഇയാൾ കാണുന്നതെന്നുള്ള ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നായകന്റെ മുന്നിൽ വില്ലൻ വീണുപോയ ഒരു സന്ദർഭമായിരുന്നു അതെ, ശരിക്കും റിയൽ ലൈഫില്. ആസിഫിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. പുള്ളിക്ക് യാതൊരു താരജാടയും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ, ഒരു ഫാമിലി പേഴ്സൺ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു സെറ്റില്? വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വളരെ സപ്പോർട്ടീവ് ആണ്. അതേപോലെ തന്നെ നമ്മളൊരു ചേട്ടനെ പോലെ ഇടയ്ക്ക് നമ്മളെ കണ്ട കളിയാക്കും. അങ്ങനെയൊക്കെ വളരെ ട്രോളും. പുള്ളി മെയിൻ ട്രോളിൻ്റെ ആളാണ്. പിന്നെ ഭയങ്കര ഇതാണ്. നമ്മളെ വിളിക്കും, രാത്രികളിൽ വിളിക്കും. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും വൈഫും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ വിളിക്കും. അപ്പോൾ അതൊന്നും ഇവർക്ക് ചെയ്യേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. ബായ് പറഞ്ഞിട്ട് റൂം കിടന്നുറങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ അതാണ് നമ്മൾ ഓരോ ആൾക്കാർ അധിക്ഷേപിക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ആസിഫ് അലി എന്ന് കാണുമ്പോൾ ഉള്ള പോലെയല്ല പുള്ളി. അതുപോലെ തന്നെയാണ് നിഖില വിമലും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളിക്കാരിയായാലും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നു നിഖിലക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു. നിഖിലയാണ് അപ്പുറത്തിൽ നായിക. അതുപോലെ നിഖില. ആ സെറ്റിൽ എല്ലാവരും അങ്ങനെ. റോഷന്റെ ക്യാരവനിലായിരുന്നു ഞാനും വിജിലേഷും ഒക്കെ. റോഷന്റെ ക്യാരവനിലായിരിക്കും മിക്കപ്പോഴും. അങ്ങനെ ഭയങ്കര നല്ല സുഹൃത്തു ബന്ധമാണ്. റോഷനെ ഇന്ന് വിളിച്ചിരുന്നു, ആസിഫ് ഖാനെ മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അതെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർക്ക് മാത്രമേ ഇത്രയും നന്മയുള്ള ഒരു സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊത്ത് കൊത്ത് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച അതുൽ രാംകുമാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇനിയും ജീവിതത്തിൽ വളരെയധികം സക്സസ് ഉണ്ടാവട്ടെ. ഇഷ്ടപ്പെട്ട സംവിധായകരോടുകൂടി, ഇവിടെ പറയാത്ത എല്ലാ സംവിധായകരുടെ കൂടെയും പടങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു.